സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പത്രോസിൻ്റെ കൈക്ക് പിടിച്ച് യേശു എന്ത് ചെയ്തു? പൊക്കിയെടുത്തു. പത്രോസിൻ്റെ കൈക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യക്തി വെള്ളത്തിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം തലയ്ക്ക് പിടിച്ചാണ് നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ കൈക്ക് പിടിച്ചു. ഹലോ, ശ്രദ്ധിക്കുക. പലവരും നിന്നെ കൈവിട്ട്, പല വ്യക്തികൾ നിന്നെ കൈക്ക് വിട്ട്, കൈ പിടിച്ച് സഹായിക്കുമെന്ന് കരുതിയവർ പോലും കൈവിട്ട്. പക്ഷേ യേശു നിന്നെ കൈവിടത്തില്ല. പത്രോസ്, ശിഷ്യന്മാരുടെ കൂടെ പത്രോസും ഉണ്ട്. അവരെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. ആ കടലിൻ്റെയും അതിൻ്റെയൊക്കെ ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ യേശു നടന്നു വരുന്നത് കണ്ട് അയ്യോ ഒരു ഭൂതം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞാൽ ഭൂതമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് കടന്നു വരട്ടെ. കണ്ട, യേശു പറഞ്ഞു വാ. നീ യേശുവിനെ നോക്കിയാണോ ഇറങ്ങിയേ? അതാ പാസ്റ്റർമാരെ നോക്കിയാണ് ഇറങ്ങിയേ? അതാ വിശ്വാസികളെ നോക്കിയാണ് ഇറങ്ങിയേ? അതാ നിൻ്റെ ഫ്രണ്ട്സുകളെ നോക്കിയാണ് ഇറങ്ങിയേ? ആരെ നോക്കി ഇറങ്ങിയേ? കേൾക്കുന്ന നിന്നോടാ ചോദ്യം. ആരെ നോക്കി ഇറങ്ങി? പറ, ആരെ നോക്കി ഇറങ്ങി? യേശുവാണ് നിന്നെ വിളിച്ച് വരാൻ. സ്തോത്രം. ആ പടകിൽ നിന്ന് ഒരൊറ്റെണ്ണം ഇറങ്ങിയിട്ടില്ല, പത്രോസ് അല്ലാതെ. പക്ഷെ അതേ പത്രോസിൻ്റെ തീഷ്ണതയും അതേ പത്രോസിൻ്റെ ധൈര്യത്തെയും ഒറ്റ കാറ്റിൻ്റെ മുമ്പിൽ പതറിപ്പോയി. ശ്രദ്ധിച്ചു നോക്ക്. പക്ഷെ യേശു അവനെ വിട്ടില്ല. യേശു അവൻ്റെ കൈക്ക് പിടിച്ചു. കാരണം അവിടെ നടക്കുന്ന പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധികളുടെയും മധ്യയും സകലവണ്ണം ഭയന്ന് നിൽക്കുമ്പോൾ യേശു ആകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പത്രോസ് പറയുന്നു, നീ ആണെങ്കിൽ ദാ ഈ പ്രതിസന്ധിയെ കൂടി ചവിട്ടി വരാൻ പറ. ഹലോ, നമ്മളോടൊപ്പം ഒരുപാട് വിശ്വാസികളുണ്ടായിരുന്നു, നമ്മളോടൊപ്പം ഒരുപാട് പാസ്റ്റർമാരുണ്ടായിരുന്നു, നമ്മളോടൊപ്പം ഒരുപാട് നല്ല ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരാപത്ത് വന്നപ്പോൾ, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇന്നാരുമില്ല പാസ്റ്ററെ എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ ദൂരെ കളഞ്ഞിട്ട് പറ, പത്രോസിൻ്റെ കൈക്ക് പിടിച്ചു ഉയർപ്പിച്ച ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. സമ്പത്തുള്ളപ്പോൾ എല്ലാവരും കാണും, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഒരുത്തരും കാണില്ല. യോബിൻ്റെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കണം. സമ്പത്തുള്ളപ്പോൾ ഒത്തിരി പേരുണ്ട്, ഭാര്യ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന. പക്ഷെ സമ്പത്തെല്ലാം പോയപ്പോൾ ഭാര്യ എന്താ സംസാരിച്ചത്? ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചത്തുകളാണ്. ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഒയ്യടാ. ഹലോ, നിൻ്റെ നേരെ വരുന്ന കഷ്ടത, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ട്, മക്കളുടെ പഠനത്തിൻ്റെ വിഷയം, ഒത്തിരി പ്രശ്നങ്ങൾ നിൻ്റെ നേരെ വരുമ്പോൾ നിൻ്റെ ഹൃദയം എങ്ങനെയൊക്കെ നോക്കിയാലും പതറും. ഉറപ്പായിട്ടും ഞാൻ പറയാം, പതറും. ശീലം നമുക്കുണ്ട്. പക്ഷേ ആ പതറുന്ന സമയത്ത് നീ ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ചു നോക്ക്. അത് നിന്നെ ആശ്വസിപ്പിക്കും. ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മനസ്സറിഞ്ഞ് സഹായിച്ച, നമ്മൾ ഒത്തിരി പേര്, ഒത്തിരി ഫ്രണ്ട്സുകൾ നമുക്കുണ്ടായിരുന്ന ആ ഒരു പ്രത്യേക ആംഗിളില്ല, ആ സ്നേഹം, അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ദേഷ്യമുണ്ട്. അത് മനസ്സിൽ നിന്ന് മാറൂല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഇനി കർത്തൃമേശ എടുത്താലും എടുത്തില്ലെങ്കിലും ശരി തന്നെ, ആ സാധനം മാറൂല. അത് മാറിയാൽ മാത്രമേ നിൻ്റെ ശുശ്രൂഷ, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ, ശുശ്രൂഷകൾ പോകാൻ പറ്റത്തുള്ളൂ. അവരോട് ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ക്ഷമിക്കൂ അല്ല, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനഃപൂർവമായി നിന്നെ ചതിച്ച, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ നിൻ്റെ പേര് പറഞ്ഞ് ആമേൻ മറ്റുള്ള പാസ്റ്റർമാരുടെ മുമ്പിൽ നിന്നെ കൊച്ചാക്കുന്നില്ലേ? അത് കേട്ടപ്പോൾ മറുപടി കൊടുക്കണമെന്നുള്ളൊരു ദേഷ്യവും ഒരു വാഞ്ചനയും ഒരു ദേഷ്യവും ഒക്കെ വന്നില്ലേ? ദൂരക്കള. ദാവീദിൻ്റെ കൂടെ വന്നവർ പോലും കല്ലെറിയാൻ നോക്കി. ശിക്ലാദ് കത്തി നശിച്ചുപോയി. സ്തോത്രം. ദാവീദ് എവിടെ ആശ്രയിച്ചെന്നറിയോ? യഹോവയിൽ ആശ്രയിച്ചു. ആ മനസ്സ് കണ്ട. നിൻ്റെ കൂടെ നടന്നവർ ചതിച്ചിട്ട് പോലും നീ ഇപ്പോൾ സ്തോത്രം പറയുന്നെങ്കിലും പെയിൻ അങ്ങോട്ട് മാറുന്നില്ല. പുള്ളിക്കാരനെ കാണുമ്പോൾ ദേഷ്യം വരും, പക്ഷെ അത് പുറത്ത് കാണൂല.
ഇതും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ അന്യഭാഷ പറയും? ഇതും വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ആരാധിക്കും? ഇങ്ങനെ വന്ന ആത്മാവിലല്ല ആരാധിക്കാൻ പറ്റുന്നത്, ജഡത്തിലാണ്. ഇന്ന് നമ്മളെല്ലാവരും സ്തോത്രം പല ജോലിക്കാരാണ്, പല വിഷയത്തിൽ നിൽക്കുന്നവരാണ് അല്ലേ? നമുക്ക് ഞായറാഴ്ച ചർച്ചയിൽ പോകണം, കറക്റ്റ് സമയത്തിന് പോകാൻ പറ്റുന്നുണ്ടോ? കുടുംബമായിട്ട് കറക്റ്റ് സമയത്തിന് ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഒരു കല്യാണമാകട്ടെ, കൂട്ടുകാരുടെ ഒരു കല്യാണമാകട്ടെ, ബന്ധക്കാരുടെ ആരുടെങ്കിലും കല്യാണമാകട്ടെ, കൃത്യസമയത്തിന് പോവും, കൃത്യസമയത്തിന് അവിടെ നിൽക്കും. കെട്ട് നടക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ അത് വേണ്ട. നീ ആരാധനയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടു, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടു, വചന ധ്യാനത്തിന് മുൻതൂക്കം കൊടു. പലവരും നിന്നെ വെറുക്കും, പലവരും നിനക്ക് വട്ടാണെന്ന് പറയും. പക്ഷെ കർത്താവ് അത് പറയത്തില്ല. അവൻ പറയും, ഞാൻ നിന്നോട് സംസാരിപ്പാൻ. മോശേ കയറി വാ, ഞാൻ നേരത്തെ പറഞ്ഞല്ല, കയറി വാ. ആ സ്നേഹം വലുതാണ്. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയേണ്ടത്, പലവരും കൈവിടും, യേശു നിന്നെ കൈവിടത്തില്ല. വിജനമായ സ്ഥലത്ത് വെറും 2 മീനും 5 അപ്പവും കൊണ്ട് 5000 പേരെ പോറ്റി പുലർത്തിയ ഒരു ദൈവമില്ലേ? ആ യേശു നിന്നെ എന്നെ കൈവിടുമോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, യേശുവിൻ്റെ പുറകിലാണോ നീ നടക്കുന്നത്? അതോ പാസ്റ്റേഴ്സിൻ്റെയോ വിശ്വാസികളുടെ മുന്നിലാണോ നീ നടക്കുന്നത്? അവരെ കുറ്റപ്പെടുത്തണമല്ല, യേശുവിൻ്റെ മുമ്പിൽ നടന്ന അവൻ നിന്നെ ജീവിതകാലം മൊത്തവും കത്ത് പരിപാലിക്കുന്നൊരു ദൈവം. അതാ പത്രോസിനെ ശ്രദ്ധിച്ചു നോക്കുക. വെള്ളത്തിൽ താന്നുപോയി, അവൻ കൈക്ക് വെട്ടിച്ചുയർത്തി. അവൻ വിചാരിച്ചു കൂടെയുള്ളവർ ചാടി വന്ന് രക്ഷപ്പെടുത്തുന്നു. ആരും വരില്ല. അത് നേരത്തെ പറഞ്ഞാൽ പണമുള്ളപ്പോൾ എല്ലാവരും ഉണ്ടാവും, പണമില്ലാത്തപ്പോൾ ഒരുത്തരും കാണില്ല. ഈ വാക്കുകളാൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾ പഠിക്കേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.